നിയന്ത്രിക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ ഏറ്റില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഇരിക്കുന്നത് ബൈപ്പാസ്, ട്രിവാൻഡ്രം ബൈപ്പാസില് ചാക്കയ്ക്കും ഇഞ്ചിക്കലിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ബൈപ്പാസില് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. നല്ല ഒരു ആംബിയൻസ് കണ്ടു, കയറാമെന്ന് വിചാരിച്ചു. ബിയാബീസ് കിച്ചൺ, പാൽക്കപ്പ ബീഫ്, പഴംപൊരി ബീഫ്, പാൽപത്തിരി ബീഫ്. ഈ ബീഫിൻ്റെ കൂടെ ചില കോമ്പിനേഷൻസ് ചില പ്രത്യേകത ഉള്ളതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പഴംപൊരി ബീഫ്, പാൽക്കപ്പ ബീഫ്, പാൽപത്തിരി ബീഫ്. എന്താണ് ഏതെങ്കിലും ഒരു ഐറ്റം ഒന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു സുഖം, ഒരു ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നു. ബിയാബീസ് കിച്ചൺ മൊത്തത്തിലൊരു വൃത്തിയുള്ളൊരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൊറോട്ട ഒക്കെ അടിക്കുകയാണല്ലേ. എപ്പോഴാണ് കച്ചവടം പ്രധാനമായിട്ട്? വൈകിട്ടാണോ? ഉച്ചയ്ക്ക് ഇലയിൽ ഊണ് ഉണ്ട്. ഇലയിൽ ഊണ് കൊടുത്താലേ ആളുകൾ കഴിക്കുന്നുണ്ടോ? പ്ലേറ്റിൽ കൊടുത്താൽ കഴിക്കില്ലേ? നമസ്കാരം. ബിലാലാണ് ഈ സ്ഥാപനത്തിന്റെ മേധാവി, ഉടമ. എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് രംഗത്ത്, റെസ്റ്റോറൻറ്റ് മേഖലയിലുള്ള പരിചയം? ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? എനിക്ക് കഴിച്ചു പരിചയമുള്ളൂ, അല്ലാതെ റെസ്റ്റോറൻറ്റ് മേഖലയിൽ നിന്ന് പരിചയമുണ്ടല്ലോ. എന്ത് ഭക്ഷണം കൊടുത്താൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാമല്ലോ. എന്നാൽ പിന്നെ നമുക്കൊരു പാൽക്കപ്പയും ബീഫും ഒന്ന് രുചിച്ച് നോക്കിയാലോ? കാരണം അവിടെ ബോർഡ് കണ്ട് പാൽക്കപ്പയും. വൈകുന്നേരം ഒരു ചെറിയ വിശപ്പായി, ഇപ്പൊ കഴിച്ചു നോക്കാം. ഇതുകൊള്ളാം. ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് മഞ്ഞ കളർ, കറുപ്പും മഞ്ഞയും ഇവിടെ ഒരു കളറും, കുറച്ച് സാധനങ്ങളും കൊള്ളാം. അതിവിശാലമായ ഷോറൂം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഉള്ള സൗകര്യം നമുക്ക് വൃത്തിയുള്ളതായിട്ടാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അല്ല, ഇവിടെ തന്നെ ഇരിക്കാം. ബാക്കിൽ ബ്ലാക്ക് ആണെങ്കിൽ സൗകര്യം ഇവിടെ ഇരിക്കാം. ഇതാണ് അപ്പോൾ പാൽക്കപ്പയും ബീഫും അല്ലേ? പാൽക്കപ്പയിൽ കപ്പ, പാൽക്കപ്പ എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ കഴിക്കും, അതുകൊണ്ടാണ് പാൽക്കപ്പ എന്ന് പറയുന്നത്. ബീഫ് സാധാരണ കറി പോലെ. ഇത് രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ പ്രത്യേകതയാണ്. ശരി. വലിയ കമേഴ്ഷ്യൽ പർപ്പസിലല്ല ചെയ്യുന്നത്, അതായത് വീട്ടിൽ തന്നെ ഒരു നാടൻ രുചി. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഒരു പരിപാടി എങ്ങനെയുണ്ട്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരു മാസം എന്ന് പറയുമ്പോൾ നോമ്പ് സമയമായിരുന്നു. നോമ്പ് തുടങ്ങിയത്? ശരി. നോമ്പ് കഴിഞ്ഞപ്പോൾ പകലൊക്കെ ആളുകളെല്ലാം തുടങ്ങിയത്. ബീഫ് ഇവിടത്തെ അടുത്ത് തന്നെ കിട്ടൂല്ലേ? ഒരു വീട്ടിൽ നിന്ന് അടിക്കുന്ന രുചി തന്നെയാണ് സത്യം പറഞ്ഞത്. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല കൃത്യമായിട്ട് വെന്തിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അതിനുള്ള ചവയ്ക്കണ്ട, എന്നാൽ ചവയ്ക്കാതിരിക്കുകയും വേണ്ട. ഇച്ചിരി ചവയ്ക്കണമല്ലോ. ശരിയും നമ്മൾ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അറിയാം. എൻ്റെ നാട്ടിൽ മുമ്പ് ഈ നോമ്പ് കാലത്ത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് ഇതുപോലെ പൊറോട്ടയും ബീഫ് കറിയും കൊണ്ട് തരും. ആ ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. വിലായടുത്ത് തന്നെ നമ്മുടെ നാട്. അപ്പോൾ നമ്മൾ നീന്തി കഴിഞ്ഞ് ജാക്കയ്ക്ക് പോകുന്നവഴി ഇടവ സൈഡിലാണ് രാമേന്ദ്രൻ സൂപ്പർ മാർക്കറ്റിന് തൊട്ടിട്ട്. അപ്പോൾ ഇതെല്ലാവരും വരാൻ സൗകര്യമാണ്. തിരുവനന്തപുരക്കാർക്ക് എപ്പോഴും പാസ് ചെയ്യുന്ന ഒരു വഴിയാണ്. പിന്നെ എയർപോർട്ട് തൊട്ടെടുത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയുള്ളവരുണ്ട്, എയർപോർട്ട് എടുത്താണ്. ഇനി പഴംപൊരിയും ബീഫും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടു കഴിക്കണം അല്ലേ? ഇതിന് എല്ലാം ബീഫ് കറിയെല്ലാം ഒന്ന് തന്നെ. ബീഫിനെ ഒന്ന് പഴംപൊരി കൊണ്ടൊന്ന് പൊതിഞ്ഞ് മധുരം എരി, അതാണ് ഈ കോമ്പിനേഷൻ്റെ കൊടുത്തത്. എന്നും കഴിച്ചില്ല, തുടങ്ങി പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അല്ലേ? വെറൈറ്റി. ഈവനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എല്ലാ കോമ്പോസാണ്. ബീഫ് എല്ലാവരും ഇഷ്ടപ്പെടണം, കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
അപ്പം എല്ലാവരും വളരെ സന്തോഷം. ഞാനത് കഴിക്കട്ടെ. കഴിക്കാൻ വിളിച്ചത് പറയാം. നല്ല ടേസ്റ്റ്. അതൊന്ന് നക്കിപ്പോയി. ഇതാണ് എനിക്ക് പരമ്പരി ബീഫ് എന്ന് പറയുന്നതിനേക്കാൾ ഈ പാൽ കപ്പയും ബീഫും. ശരിക്കും നമ്മൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മറന്നിട്ടോ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടോ കഴിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ഹോട്ടലിൽ പോയി പെട്ടെന്ന് ആളുകൾക്ക് ഭയങ്കര തിരക്കൂട്ടുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം? ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ കിട്ടാത്ത ടേസ്റ്റ് അവരുണ്ടായിരുന്നു. എന്തായാലും എന്ന രീതിയിലും വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കണം. ബിആർബീസ് കിച്ചൺ, ഇന്ത്യയിലും ചാക്ക ബൈപ്പാസിനും ഇടയിൽ, തിരുവനന്തപുരം. കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. മനസ്സിലാവുന്നു, കിടന്നു. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ ജോലിക്കുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുന്നത് വ്യത്യാസം. ആനി പിടിച്ചോ, നമുക്ക് അടുത്തൊരു മാസത്തിനുള്ളിൽ സംഭവം സെറ്റപ്പായി കഴിക്കണം. പ്രധാനമായിട്ട് ഈ കോമ്പിനേഷൻ പാൽക്കപ്പ ബീഫ് പോലുള്ള കോമ്പിനേഷനാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ഇലയിലൂണ് ഞാൻ ബോർഡ് മീനൊക്കെ ഉണ്ട്. പിന്നെ കുന്തറയിൽ നിന്നും വിഴിഞ്ഞത്തുനിന്നൊക്കെ മീൻ കിട്ടാൻ പാടില്ല. വലിയ തുറന്ന ഫ്രഷ് മീൻ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അത് സംഭവങ്ങളെല്ലാം ഓക്കെ ആവട്ടെ, ഗംഭീരമായിട്ട്. ഇത് എല്ലാവരും വന്ന് കഴിച്ചിട്ട് നല്ല പേര് ഇപ്പം തന്നെ കാണുന്നുണ്ട്. ഫാമിലീസൊക്കെ വന്ന് കഴിക്കും. ഇത് സുഖമായിട്ട് വന്നിരുന്ന് കഴിക്കുന്നതാണല്ലോ. കസിന്റെ കടയാണ്. അപ്പൊ പിന്നെ നല്ലതല്ലേ പറയുള്ളൂ. അപ്പൊ നമ്മള് ചോദിക്കണം. ഒരു മാസമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു ബിലാൽ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വന്നിരുന്ന് കഴിക്കുന്നതാണ്, കഴിക്കാനായിട്ട് വന്നത് കണ്ടു. ഞാൻ ബന്ധുവാണോന്നും അറിയത്തില്ല. എങ്കിലും എനിക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭക്ഷണമാണ്. പൊതുവെ നിങ്ങൾക്ക് ഇപ്പൊ കഴിക്കും. എന്തെങ്കിലും സജഷൻ ഉണ്ടോ കൊടുക്കണം? ശരി. അപ്പൊ അങ്ങനെ എല്ലാവരും മരുന്ന് കഴിക്കുന്നു, അവരുടെ മനസ്സിൽ വയറ് നിറയുന്നു, എല്ലാവരും ഹാപ്പിയാകുന്നു. സാർ അപ്പോൾ നമുക്ക് നാളെ